മാംഗോ സ്മൂത്തി ഉണ്ടാക്കാം. നമ്മൾ നല്ല ദശക്കട്ടിയുള്ള മാമ്പഴം എടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ല തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഐസ് ഒട്ടും ഇടാതെയാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാങ്ങായി നല്ല തണുത്ത പാല് നല്ല തണുത്തിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ 2 ഗ്ലാസ് പാലിലാണ് എടുത്തിരിക്കുന്നത്. 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഇച്ചിരി ബദാമും കപ്പലണ്ടിയൊക്കെ ഒന്ന് ആദ്യം അരച്ച് ചേർക്കുകയാണെങ്കിൽ ഈ സ്മൂത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അധികം പഞ്ചസാരയൊക്കെ ഒന്ന് നോക്കണം. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ അധികം പഞ്ചസാര ഇടേണ്ടി വരികയില്ല. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് സ്മൂത്തി ഉണ്ടാക്കുന്നതിന് കൊണ്ട് 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ നല്ല ദശക്കട്ടിയുള്ള മാമ്പഴം വേണം എടുക്കാൻ. ഈ നാരുള്ള മാമ്പഴം കൊണ്ട് സ്മൂത്തി അടിക്കാൻ ഒരു ടേസ്റ്റ് വരികയില്ല. നമ്മൾ നല്ല ദശക്കട്ടിയുള്ള മാമ്പഴം തന്നെ എടുക്കണം. ഏത് മാമ്പഴമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യം ഒരു കുറച്ച് പാലൊഴിച്ച് ഈ കപ്പലണ്ടിയും ബദാമും ഒന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ ചേർക്കാം. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അരയാതെ കിടക്കും. ആദ്യം നമുക്ക് ഈ കപ്പലണ്ടിയും ബദാമും ഒന്ന് ഇത്തിരി പാലൊഴിച്ച് അടിക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ബദാമും കപ്പലണ്ടിയും ഒക്കെ ആവശ്യമുള്ളവർ ചേർത്താൽ മതി. കയ്യിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ഈ 2 സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്ന ഇതും ഇത്തിരി പാലൂടെ ഒഴിച്ച് ആദ്യം ഒന്ന് നല്ലപോലെ നമുക്ക് അടിക്കാം. അത് കഴിഞ്ഞിട്ട് മാമ്പഴം ചേർക്കാം. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പാലും ഒഴിച്ചത് കണ്ടോ, കുറച്ചൊരു പാലൊഴിച്ച് കപ്പലണ്ടിയും ബദാമും നല്ലപോലെ ഒന്ന് പഞ്ചസാരയും ചേർത്തൊന്ന് അടിച്ചതാണ്. ഇനി നമുക്ക് മാമ്പഴം ചേർക്കാം. നല്ല പഴുത്ത മാമ്പഴം തന്നെ എടുക്കണം. സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പുളിയായിരിക്കും. പിന്നെ ഒത്തിരി പഞ്ചസാര ഇടേണ്ടി വരും. നമുക്കൊരു കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. പിന്നെ ബാക്കി പാൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി പാലിനൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഏലക്കാപ്പൊടി ഒരു 3-4 ഏലക്ക പൊടിച്ചതിട്ടാൽ മതി. ഒരുപാട് ഇടണ്ട. നല്ലപോലെ അടിച്ചെടുക്കാം. ഇതുണ്ട്, ഞാൻ ആ മാങ്ങ എല്ലാം അടിച്ചിട്ട് ബാക്കി പാലൂടെ ഒഴിച്ച് ഒന്നും കൂടി നമ്മൾ അടിച്ചെടുത്ത്. ഒത്തിരി പാലൊഴിച്ചടിക്കുമ്പോൾ മിക്സിയിൽ ചാടിപ്പോകും. അതുകൊണ്ട് ആദ്യം കുറച്ച് പാലൊഴിച്ച് നല്ലപോലെ അടിച്ചൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ ബാക്കി പാലൂടെ ഒഴിച്ച് ഒന്നുകൂടി അടിക്കണം. നമുക്കിപ്പോൾ നല്ലൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇതെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഒരു ബദാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടുവാണെങ്കിൽ ഗാർണിഷ് ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ഒരു സ്മൂത്തിയാണ്. ഇപ്പം നല്ലപോലെ മാങ്ങയൊക്കെ ഉള്ള സമയമല്ലേ, നമ്മളിതൊന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് വേണ്ടിയവർക്ക് ഇതിന് മുകളിൽ ഐസ്ക്രീമൊക്കെ ഇട്ട് കഴിക്കുവാണെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു ടേസ്റ്റ് കൂടും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.